സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന കട്ട് പീസുകളൊക്കെ ഞാൻ ഒരു കവറിലാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇത് കുറേ ആയി. അപ്പോൾ ഇന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ഈ വേസ്റ്റ് തുണികളിൽ നിന്ന് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം എല്ലാം കൂടി ഞാൻ കൂട്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ പീസ് നോക്കിയെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിങ്ങനെ നീളത്തിലുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പീസിൻ്റെ വീതിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. എൻ്റെ കയ്യിലൊരു സ്കെയിലുണ്ട്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ വീതി അനുസരിച്ചിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഓരോ പീസുകളെടുത്തിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നീളത്തിലുള്ള കട്ട് പീസുകൾ എടുത്തിട്ടാണ് ഫസ്റ്റ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഓരോന്നെടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാ പീസുകളും ഒരേ വീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴേ നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റിന് കാണാനൊരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ 2 പീസുകൾ വേണം. ഒന്ന് അടിയിൽ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ നല്ലത്. ഞാനിവിടെ എടുത്തത് ഒരു പാൻറ്റ് മുറിച്ചെടുത്തതാണ്. പിന്നെ ഒരു സാധാ ഒരു കോട്ടൻ്റെ പീസുമാണ് എടുത്തത്. ഇതിൻ്റെ നീളവും വീതിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡോർ മാറ്റാണ്. അപ്പോൾ കോട്ടൺ പീസിൻ്റെ മുകളിൽ ഒരു സെൻട്രലായിട്ട് ഒരു ലൈൻ ഇതുപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നീളത്തിലുള്ള പീസുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചിടാണ് ചെയ്യുക. നല്ല ഭാഗമായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇങ്ങോട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെയാണ് എല്ലാ പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നമ്മൾ കട്ടിയുള്ള പീസ് വെച്ച് മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ടിയുള്ള പീസ് വെട്ടിയെടുത്തത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഓരോ പീസിൻ്റെയും ഗ്യാപ്പ് കണ്ടോ, നമ്മൾ പ്രസ് സ്റ്റിച്ച് കൊടുക്കൂലേ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അടിയിലുള്ള പീസ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിന്നോളും. ഞാനിവിടെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. അടിയത്തെ പീസ് നമ്മൾ ശ്രദ്ധിച്ച് പിടിച്ചിട്ട് ഓരോ പീസിൻ്റെ മേലെ കൂടിയും പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ട് നീറ്റാക്കി എടുക്കാം. ഞാനിത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലും നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്. ഇനി ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ നോർമലി ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത സ്ട്രെയിറ്റ് പീസ് തന്നെയാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് 4 സൈഡും പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ചെയ്ത് കൊടുത്താൽ നമ്മളെ പ്രൊഡക്റ്റ് ഫൈനലായിട്ട് സെറ്റായിട്ട് കിട്ടും. ഒരു സൈഡ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റേ ഭാഗങ്ങളും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ പ്രോഡക്റ്റ്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ വേറെ ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ സെക്കൻഡ് സ്റ്റിച്ച് ചെയ്തത്. ഇത് വേറൊരു ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. പീസുകൾ സ്റ്റിച്ച് ചെയ്തതും ക്രോസ് ആയിട്ടാണ്. പിന്നെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്തതിന് ഞാൻ പൈപ്പിംഗ് ചെയ്തിട്ടില്ല. ഇത് ഞാനിതുപോലെ സൈഡ് കുറച്ച് ഗ്യാപ്പിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം മറിച്ചെടുത്തതാണ്. നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഉള്ളൊന്ന് മറിച്ചെടുത്തതാണ്. പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്യാനുള്ള മടി കാരണമാണ് ഗൈസ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി നീറ്റുള്ളത് പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് എടുത്തതാണ്. ഇത് ഞാൻ പിൻ കുത്തി വെച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തത്. സെൻറ്ററിലൊരു പിന്ന് കുടുങ്ങി
മറിച്ചെടുക്കാൻ പറ്റാണ്ടായിപ്പോയി ഗൈസ്. പിന്നൊക്കെ കണ്ടുപിടിച്ച് വീണ്ടും തിരിച്ചിട്ടൊക്കെ മറിച്ചെടുത്തത്. മടി കാരണം എളുപ്പപ്പണി ചെയ്യാൻ നോക്കിയതാണ്, മടി പണി തന്നു ഗൈസ്. ഫൈനലി മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം മുകളിൽ കൂടെ ഒരു പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ പീസ് ഞാൻ ചെയ്തെടുത്തത്. ഇങ്ങനെ ഈ ഓപ്പണിങ്ങും കൂടി കൂട്ടി വെച്ചിട്ട് പ്രസ് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ സൈഡ് പ്രസ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോ പീസിൻ്റെ മേലെ കൂടിയും പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല നീറ്റായിട്ട് സെറ്റായിട്ടിരിക്കും. അടിയിൽ വെച്ച പീസും ഇതും വേറെ വേറെ ആയിട്ട് നിൽക്കില്ല, നല്ല നീറ്റായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തത്. ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് അത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഡോർമാറ്റ് മാത്രമല്ല, നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ഇതുപോലെ ചെയ്തിട്ട് പല ഐറ്റംസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മെത്തേഡിൽ 3 മാറ്റുകൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടിയെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യാം. പിന്നെ ഈ മെത്തേഡ് അനുസരിച്ച് നമുക്ക് വേറെ പല ഐറ്റംസും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഇനിയും എൻ്റെ സ്റ്റിച്ചിങ്ങും ഐഡിയാസും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.